ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയുള്ള ബീഡ്സാണ് ഇത്. ഷുഗർ ബീഡ് 2 തരമുണ്ട്. അതുപോലെ തന്നെ അതിലും കുറച്ചൊരു വലിയ ബീഡും പിന്നെ നല്ല വലിയൊരു ബീഡും ആയിട്ടാണ് വരുന്നത്. ആദ്യം നമ്മൾ വയറിലേക്ക് ചെറിയ ബീഡ്സ് കുറച്ച് കോർത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ കോർത്തെടുക്കുക. അതിനുശേഷം വലിയ 2 ബീഡ് കോർത്തിട്ടുണ്ട്. അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് ഇനി ചെറിയ ആഷ് കളർ ബീഡ് കോർക്കുന്നത്. മുമ്പെല്ലാം നമ്മൾ ബ്രേസ്ലെറ്റിനൊക്കെ ഇതേ രീതിയിൽ ചെയ്തിരുന്നു. ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ കോർത്തെടുത്ത ഗോൾഡൻ അത് ഉക്കിടാൻ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ കോർത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് കോർത്തെടുക്കുക. നമ്മളുടെ ബ്രേസ്ലെറ്റിന് എത്ര നീളം വേണം അതിനനുസരിച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. 2 വലിയ ബീഡ് ഇടുക, പേൾ ബീഡ് ഇടുക. അതിനുശേഷം ക്രോസ് ചെയ്ത രീതിയിലാണ് അടുത്ത ചെറിയ ബീഡ് ഇടേണ്ടത്. ഒന്നിൽ കൊടുത്ത് മറ്റേ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് ഇങ്ങനെ കെട്ടിടുന്ന രീതിയിൽ. ഇത് എടുത്തിട്ടുള്ള വയറ് നൈലോൺ ത്രെഡാണ്. അത് 0.25 mm തിക്നെസ്സിലുള്ള നൈലോൺ ത്രെഡാണ്. അവസാനവും നമ്മൾ ഇതുപോലെ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് 6 എണ്ണം. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക. കുളത്തും വെക്കുന്നുണ്ട്, അതിൽ ജംപ് റിങ് വെക്കുന്നുണ്ട്. ആ ജംപ് റിങ് വെച്ചതിന് ശേഷം ഒന്ന് അത് കെട്ടിക്കൊടുക്കുക. നമ്മൾ കുറച്ച് നീളത്തിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്, വയറാണ് എടുത്തിട്ടുള്ളത്. ജംപ് റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നീളം കൂടിയ ഒരു സൈഡ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ടുണ്ട്. ഇനി സൈഡിലെല്ലാം നമുക്ക് ഈ സിൽവർ കളറ് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ കോർത്തെടുത്താൽ മതി, സിമ്പിളാണ്. ഓരോ ബീഡ് ഇട്ട് കൊടുക്കുക. ഓരോ വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ജസ്റ്റ് കോർത്തെടുക്കുക. നമ്മൾ എക്സ്ട്രാ വയറൊന്നും ഉപയോഗിച്ചിട്ടില്ല, ബാലൻസ് ഉള്ള അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഒരു വയറ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ആദ്യം കുറച്ച് നീളത്തിലെടുത്താൽ മതി, എന്നാൽ പിന്നെ ജോയിൻ്റ് ഒന്നും വരില്ല. നമുക്ക് 2 സൈഡും ഇതുപോലെ കോർത്തെടുക്കണം. സിമ്പിളായിട്ട് കോർത്തെടുക്കാം. ഇതുപോലെ എല്ലായിടത്തും കോർത്തെടുക്കണം. നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞ് മറ്റേ സൈഡിലേക്ക് പോകുന്ന സമയത്ത് നൂല് ഈ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒരു നൂല് കാണും എന്നുള്ള നിലയ്ക്ക് 2 ഏറ്റവും എൻഡിൽ 2 ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് പാസ് നൂല് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റുന്ന സമയത്ത് നൂല് കാണണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അത് നമ്മൾ 2 ഷുഗർ ബീഡ് അവിടെ വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ അടുത്ത മറ്റേ സൈഡിലുള്ള വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുന്നത്. അങ്ങനെ അതും ഒന്ന് ജസ്റ്റ് കോർത്തെടുക്കുക. ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോർത്തതിന് ശേഷം ബാക്കി വരുന്ന നൂലിൽ ചെയ്യേണ്ടത് ഇതാണ്. 2 ഗോൾഡൻ ബീഡും പിന്നെ ഒരു വലിയൊരു വൈറ്റ് ബീഡ്, കുറച്ചും കൂടി വലിയ ആ ഷുഗർ ബീഡിനെക്കാട്ടി കുറച്ചും കൂടി വലിയൊരു വൈറ്റ് ബീഡും ഇട്ടിട്ട് ഇങ്ങനെ ചെരിച്ച് കോർക്കുകയാണ് വേണ്ടത്. നമ്മൾ മുമ്പ് കോർത്ത സൈഡിൽ കോർത്ത ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിച്ച് കോർത്തെടുക്കുകയാണ് വേണ്ടത്. 2 ഗോൾഡൻ ഷുഗർ ബീഡ്, പിന്നെ ഒരു വൈറ്റ് ബീഡ്, പിന്നെ ഒരു 2 ഷുഗർ ബീഡ്. ഈ നിലയ്ക്ക് ഇതിൻ്റെ സൈഡിൽ മുത്തിലൂടെ ഇങ്ങനെ ജസ്റ്റ് കോർത്തെടുക്കുക. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും എന്ന നിലയ്ക്ക് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. സിമ്പിളാണ്, ചെയ്ത് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സൂചിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അവസാനമായി നമ്മൾ ചെയ്യുന്നത് അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് പിന്നെ
ഇത് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുപോകണം. മുമ്പ് നമ്മൾ കോർത്ത ആ സിൽവർ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നൂലെടുക്കുന്നത്. ഉള്ളിലൂടെ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നൂല് പുറത്തേക്ക് കാണാതെ ഇരുന്നോളും, സുഖമാണ്. പിന്നെ നമ്മൾ വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വശത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെറിയ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് എന്നിട്ട് 2 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കണം. ഇതിന് 2 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്ത് ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ആദ്യം കോർത്ത ആ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കണം. അത് തമ്മിലൊരു ജോയിൻ്റ് ആക്കണം. ഉള്ളിലൂടെ കോർത്തിട്ട് വീണ്ടും 2 ഷുഗർ ബീഡ്, ഗോൾഡൻ കളർ ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കുക. രണ്ട് ഷുഗർ ബീഡും കൂടി ഇട്ടതിന് ശേഷം ആ സൈഡിലുള്ള മുമ്പ് ഫസ്റ്റ് കോർത്ത സിൽവർ കളറ് ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ വീണ്ടും കോർക്കുക. ഇതുപോലെ കോർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും, ഒരു ഇൻഡു ഷേപ്പ്, ഒരു ക്രോസ് ഷേപ്പ് കിട്ടും. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കണം. 2 ഷുഗർ ബീഡ് ഇട്ടാൽ മതി. മുമ്പ് നമ്മൾ 2 ഷുഗർ ബീഡും പിന്നൊരു വൈറ്റ് ബീഡും കൂടി ഇട്ട്, ഇവിടെ വൈറ്റ് ബീഡിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ രണ്ടാമത് കോർക്കുമ്പോൾ ചെയ്യുന്നത്. മൊത്തം 4 ഷുഗർ ബീഡ് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോർത്താൽ മതി. 2 ആദ്യം, പിന്നെ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ വീണ്ടും 2 എന്നീ നിലക്ക് മാത്രം കോർത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുക. നമ്മൾ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ നമ്മൾ ഓൺലൈനിൽ നിന്നും അതുപോലെ തന്നെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ക്യാഷാവും ഈ ഒരു ഐറ്റത്തിനൊക്കെ. ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയി തോന്നുന്ന ഐറ്റമാണ്. കുറച്ച് പണിയെടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. നമ്മൾ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മൾ 2 ഷുഗർ ബീഡ് ഇടുന്നുണ്ട്. ഫസ്റ്റ് ഇട്ട പോലെ തന്നെ, മറുവശത്ത് ഇട്ട പോലെ തന്നെ 2 ഷുഗർ ബീഡ് ഇട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആദ്യം നമ്മൾ കോർത്തതിൻ്റെ ബാലൻസ് ത്രെഡ് കെടുക്കുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ടാണ് അതിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് 2-3 തവണ കെട്ടിയിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് കരിയിച്ച് കളയാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.